മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലാക്കി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി 2:7 അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാകുന്നു എന്ന് പിന്നെയും വായിക്കുക. പുരോഹിതൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം എന്ന്. പുരോഹിതൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ഗുണം, ഒരു വിശേഷത, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്നതായിരിക്കണം എന്ന് ദൈവം തന്നെ പറയുക. അവൻ്റെ അധരങ്ങളിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം എന്ന്. പുരോഹിതനത് മനസ്സിലായോ ഇല്ലയോ എന്നറിയത്തില്ല. ഇന്നത്തെ ഈ മലാഖിയിലേക്ക് എത്തിയപ്പോൾ പുരോഹിതന്മാരിൽ അത് കണ്ടില്ല. അപ്പം അത് കാണാതെ വന്നതുകൊണ്ടാണ്, അവരിൽ ആ സ്വഭാവം ഇല്ലാതെ വന്നതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അങ്ങനെ ഒരു സ്വഭാവം പുരോഹിതന് ഉണ്ടാകണം, നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിച്ചിരിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും. ഭയപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ എനിക്കും ഭയമുണ്ട്. കേൾക്കുന്ന നിങ്ങളിലും ആ ഭയം ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. എന്താ പറയുന്നത്? പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഹോശേയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേൽ ജാതിയോട് വളരെ വ്യക്തമായിട്ട്, ഖണ്ഡിതമായിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? എൻ്റെ ജനം നശിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പരിജ്ഞാനം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് ഇന്ന് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. അവരിൽ ദൈവീകമായ പരിജ്ഞാനമില്ല. മറ്റു പല കാര്യത്തിലും ജ്ഞാനമൊക്കെ ഉള്ളവരാ, മിടുക്കന്മാരാ, കഴിവുള്ളവരാ. നമ്മളും അങ്ങനെയാണല്ലോ. ഒരുപാട് കാര്യങ്ങളിൽ മിടുക്കന്മാരാ, പക്ഷേ ആത്മീയ കാര്യത്തിൽ ഒരു മിടുക്കുമില്ല. ഒരുപാട് കാര്യങ്ങളിൽ വളരെ അറിവാണ്, വളരെ പക്വത. അയ്യോ, എന്തെല്ലാം അറിവാണ് ഓരോ മനുഷ്യർക്കെന്നറിയാവോ. പക്ഷേ ദൈവീക കാര്യത്തിലും ദൈവസഭയെ സംബന്ധിച്ചും വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ചും യാതൊരു ജ്ഞാനവും ഇല്ല. ശരിയായ ജ്ഞാനം പോലും ഇല്ല. പിന്നെ എങ്ങനെ പരിജ്ഞാനം ഉണ്ടാകും? പ്രിയമുള്ളവരെ, ഇസ്രായേലിൽ നിന്ന് ദൈവീക ജ്ഞാനമുള്ളവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാർ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവം വളരെ ദുഃഖിതനായിട്ടിരിക്കുകയാണ്. ദൈവം പറയുകയാണ് ഈ ഹോശേയയിലൂടെ, എൻ്റെ ജനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, നോക്കണേ. 1-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോടൊരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. ഈ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്
യഹോവയ്ക്ക് ദേശനിവാസികളോടൊരു വ്യവഹാരമുണ്ടെന്ന് പറയുക. യഹോവയുടെ വചനം നിങ്ങളൊന്ന് കേൾക്ക്, അയ്യോ ഇസ്രായേലിയെ കേൾക്ക്. എന്നിട്ട് പറയുകയാണ്, ദേശത്ത് ചില കാര്യങ്ങളില്ലെന്നാണ് പറയുന്നത്. എന്താ ഇല്ലാത്തത്? സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനവുമില്ല. പിന്നെ അവരെന്താ ചെയ്യുന്നത്? അവർ ആണയിടുന്നു, പോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. താഴെ വായിച്ചു, എൻ്റെ ജനം നശിക്കുന്നു. 6-ാം വാക്യത്തിൽ എൻ്റെ ജനം നശിക്കുന്നു എന്ന് പറയുന്നത്. 2-ാം വാക്യത്തിൻ്റെ ഒടുവിൽ അവിടെ വായിക്കുകയാണ്, എന്താണ്? എൻ്റെ ദേശം നശിക്കുന്നു. പ്രിയമുള്ളവരെ നോക്കണേ, ദേശം ദുഃഖിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. നോക്കണം, എന്താ കാരണം? അവിടെ ഇല്ല, സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനവും ഇല്ല. പരിജ്ഞാനമില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ദേശം നശിക്കുന്നു, ജനം നശിക്കുന്നു. ഇനി 6-ാം വാക്യത്തിൽ പരിജ്ഞാനം ത്യജിച്ചിരിക്ക കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ കൊണ്ട് ഞാൻ നിന്നെയും ത്യജിക്കും. എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന പരിജ്ഞാനം നീ എന്ത് ചെയ്തു? ഉപേക്ഷിച്ച് കളഞ്ഞു, ത്യജിച്ച് കളഞ്ഞു. പരിജ്ഞാനമില്ലാതെ ജനം, പിന്നെ പരിജ്ഞാനം ഉണ്ടായിരുന്നവർ അവരുടെ പരിജ്ഞാനം എന്ത് ചെയ്തു? അത് ത്യജിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ശരിയായൊരു ബന്ധത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അത് വിട്ടുകളഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെയും ത്യജിക്കും. അതൊരു വലിയ കാര്യമാണ്. ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എത്ര ആത്മീയ ഗോളത്തിൽ നല്ല ഭക്തന്മാരായി ജീവിച്ച ആളുകൾ ഇന്ന് ഭക്തിയില്ലാത്തവരായി മാറിയിരിക്കുക. അവർ ത്യജിച്ച് കളഞ്ഞു, ഉപേക്ഷിച്ച് കളഞ്ഞു. പലരും മറ്റു പലതിൻ്റെ പിന്നാലെയും ഓടിയപ്പോൾ ദൈവത്തെ ത്യജിച്ചു. എന്ന് പറഞ്ഞാൽ മറന്നു കളഞ്ഞു, ഉപേക്ഷിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്നെയും ഉപേക്ഷിച്ച് കളയും എന്ന്. ഇനി 2, അത് ഇച്ചിരി കൂടെ കട്ടിയായിട്ടാണ് 3-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. നീ മറന്നു കളഞ്ഞ്, നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും. അത് നമ്മെ പിന്നെയും ഭയപ്പെടുത്തുക. ഞാൻ നിന്നെ ത്യജിക്കും. ജനം നശിച്ചിരിക്കുന്നു, അത് സമൂഹത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ നിന്നെ ത്യജിക്കും, അത് വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്നു. ഇനി 3-ാമത്, ഞാൻ നിൻ്റെ മക്കളെ മറക്കുമെന്ന് പറഞ്ഞാൽ അത് തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുക. പ്രിയമുള്ളവരെ, അപ്പോൾ വ്യക്തി, കുടുംബം, സമൂഹം ഇവരെല്ലാം നാശത്തിലാണ്. ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം? പരിജ്ഞാനമില്ലായികയാൽ. ഇവിടെ മലാഖിയിലും അത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? പുരോഹിതൻ്റെ അധരങ്ങളിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അവൻ പരിജ്ഞാനമുള്ളവനായിട്ടിരിക്കണം. അത് നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു, തലമുറയെ നീക്കിക്കളയുകയാണ്. ദൈവം മറന്നു കളയുകയാണ്. ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ തലമുറകൾക്ക് ദൈവത്തെ വേണ്ട. അതിൻ്റെ ഒരു കാരണം മാതാപിതാക്കളിൽ പലരും ദൈവത്തെ വിട്ടുപോയി എന്നുള്ളതാണ്. അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ഒരു കാലത്ത് ദൈവത്തെ സ്നേഹിച്ച് ഭക്തിയോടെ വന്ന പലരും പിന്നീട് ഈ ദൈവത്തെ വിട്ടുകളഞ്ഞവരുണ്ട്. നോക്കണേ, സങ്കടകരമായ കാര്യമാവത്. നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടവരരുതേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തെ സ്നേഹിച്ച് ഭക്തിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ മറ്റൊരു കാര്യം ഈ മലാഖിയിൽ പറയുന്നത് ഇങ്ങനെ, എന്താണോ ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കണം എന്ന പുരോഹിതനെക്കുറിച്ച്. 3-ാമത്തെ കാര്യം, ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കണം. പുരോഹിതനോട് ചോദിച്ച് പഠിക്കണം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം പുരോഹിതൻ.
ഇന്ന് മലാഖിയിലേക്ക് എത്തുമ്പോൾ പുരോഹിതന്മാരുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ലാതെയായി മാറിയിരിക്കുക. അവർ ശരിയായ രീതിയിൽ ആളുകളെ പഠിപ്പിക്കുന്നവരല്ല, മറിച്ച് നാം 1-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ അവർ തന്നെ ജനത്തെ പാപത്തിലേക്ക് തള്ളിവിടുന്നവരായിട്ട് മാറി. എന്തൊരു കഷ്ടതയാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, താങ്കളുടെ ജീവിതം ഈ ദിവസങ്ങളിൽ എങ്ങനെ കടന്നു പോകുന്നു എന്ന് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ആയുസ് വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2025 നിന്ന് 26 പ്രവേശിച്ച് ഈ 26 വളരെ പെട്ടെന്ന് ഓടിപ്പോകും. കണ്ണടച്ച് തുറക്കുന്നത് പോലെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഈ നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ ത്യജിച്ച് കളയുക എന്നുള്ളതല്ല, മറിച്ച് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. നാം പരിജ്ഞാനവും വിവേകവുമുള്ളവരായി ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. ചിലരെ ഈ തിരുവചനം പഠിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഈ കാര്യം മലാഖിയിലൂടെ പുരോഹിതന്മാരോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം പുരോഹിതന്മാർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിരിക്കണം, ഉപദേശിപ്പാൻ തക്ക പ്രാപ്തിയുള്ളവരായിരിക്കണമെന്നതാണ്. എന്നെയും താങ്കളെ ഉപയോഗിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. താങ്കളൊന്ന് ദൈവസന്നിധിയിൽ ഇരുന്നു കൊടുക്കുമോ? അതാണ് വേണ്ടത്. ദൈവസന്നിധിയിലൊന്ന് ഇരുന്നു കൊടുക്കുമോ? കർത്താവേ, നീ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ നാവിൽ അവിടുത്തെ ജ്ഞാനം തരണമേ, നീ എന്നെ തിരുവചനം ഉപദേശിച്ച് പഠിപ്പിക്കണമേ. ഞാൻ മറ്റുള്ളവരെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ആകയാൽ എനിക്ക് വലിയ കഴിവും പ്രാപ്തിയൊന്നുമില്ലെങ്കിലും നീ എന്നെ പഠിപ്പിക്കണമേ. തിരുവചനം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നാവിൽ തരണമേ. ഞാൻ പരിജ്ഞാനമുള്ളവനായി, ദൈവത്തിന് പ്രയോജനമുള്ളവനായി, ദൈവ ശുശ്രൂഷകൾ ദൈവഹിതപ്രകാരം ചെയ്യുന്നവനായിരിക്കാൻ എന്നിൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുമ്പോട്ട് യാത്ര ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ കരം പിടിക്കും. നമ്മെ പരിജ്ഞാനമുള്ളവരാക്കി, ഉപദേശിപ്പാൻ സമർത്ഥരാക്കി ദൈവം നമ്മെ തീർക്കും എന്നുള്ളതിന് സംശയമില്ല. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ വർഷം കർത്താവ് നമ്മെ ആ നിലയിൽ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ. ആമേൻ.